അയ്യപ്പ, അകാര ഉകാര മകാരങ്ങൾ ചാൻഡ് ചെയ്യാൻ എങ്ങനെ ഇരിക്കാമെന്ന് പറഞ്ഞു. ഇനി എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് അറിയാൻ ശ്രമിക്കാം. ഒരു മനുഷ്യൻ ശ്വാസമെടുത്ത് വെളിയിലേക്ക് കളയുമ്പോൾ, ശ്വാസകത്തേക്ക് എടുത്ത് വെളിയിലേക്ക് കളയുന്ന 3 രീതിയിലാണ്. ഒന്ന്, ശ്വാസകത്തേക്ക് എടുത്ത് കളയും. രണ്ടാമത്, ശ്വാസം എടുത്തിട്ട് മൂക്കിലൂടെ കളയും. മൂന്നാമത്, ഇതിൻ്റെ രണ്ടിനും ഇടയിൽ, അതായത് ശ്വാസം എടുത്തിട്ട് ഊതിക്കളയും. ഇങ്ങനെ 3 രീതിയിലാണ് ഒരു മനുഷ്യൻ ശ്വാസം വെളിയിലേക്ക് കളയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്ത രീതി, ശ്വാസം എടുത്തിട്ട് വായിലൂടെ ശ്വാസം കളയുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമാണ് അകാരം. നോക്കാം. ശ്വാസം എടുത്തു. ഓക്കെ. ഇനി ശ്വാസം എടുത്ത് മൂക്കിലൂടെ അല്ല, വായിലൂടെ തന്നെ അല്പം വായൊന്ന് കോൺട്രാക്ട് ചെയ്ത് പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ശബ്ദമാണ് ഉകാരം. നമുക്ക് നോക്കാം. ഓക്കെ. ഇനി ചുണ്ട് അല്പം കൂടി ചേർത്ത് കഴിഞ്ഞാൽ വായിലൂടെ ശബ്ദം പോവില്ല, കാറ്റ് പോവില്ല, മൂക്കിലൂടെ പോകും. അപ്പോൾ ഉണ്ടാകുന്ന ശബ്ദമാണ് മകാരം. ചെയ്ത് നോക്കാം. ഇങ്ങനെ 3 രീതിയിലാണ് നമുക്ക് ശ്വാസം വെളിയിൽ കളയാൻ സാധിക്കുക. അപ്പോൾ ആദ്യം എടുത്തുവിട്ടതിൻ്റെ പേര് അകാരവും, രണ്ടാമത് എടുത്തുവിട്ടതിൻ്റെ പേര് ഉകാരവും, മൂന്നാമത് എടുത്തുവിട്ടതിൻ്റെ പേര് മകാരവുമാണ്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, അകാര ചാൻഡ് ചെയ്യുന്ന സമയത്ത് വയറ്റിലും, ഉകാര ചാൻഡ് ചെയ്യുന്ന സമയത്ത് ഹൃദയത്തിലും, മകാര ചാൻഡ് ചെയ്യുന്ന സമയത്ത് ശിരസിലുമാണ് ശ്രദ്ധിക്കേണ്ടത്. വീണ്ടും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമല്ലോ. ശ്വാസം എടുത്ത് അകാരവും ഉകാരവും മകാരവും ചെയ്യുന്ന സമയത്ത് ലെങ്ത് കൂട്ടാനായിട്ട് സ്ട്രെസ് ചെയ്യരുത്. അതായത് ഇങ്ങനെ സ്ട്രെസ് ചെയ്തുകൊണ്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. സുഖമായിട്ട് ചെയ്ത് അവിടെ അവസാനിപ്പിക്കുക. അപ്പോൾ ഇന്നൊരു ദിവസത്തേക്ക് നിങ്ങൾ അകാരം, ഉകാരം, മകാരം ചാൻഡ് ചെയ്ത് പഠിക്കട്ടെ. അപ്പോൾ ഇതാവട്ടെ ഇന്നത്തെ നമ്മുടെ ഹോംവർക്ക്.